ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, അക്ഷയ് സാറാണ്. സോ നമ്മുടെ പുതിയ NCERT ക്യൂരിയോസിറ്റി ടെക്സ്റ്റ് ബുക്ക് 7 CBSEയുടെ ക്യൂരിയോസിറ്റി ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട ബയോളജി ചാപ്റ്ററാണ് അഡോളസൻസ്, എ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച്. സോ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കീ കോൺസെപ്റ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ മനസ്സിലാക്കേണ്ട കീ കോൺസെപ്റ്റുകൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ഈ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടി. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പരീക്ഷയ്ക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും, നമ്മുടെ ഹെൽത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ പരീക്ഷയ്ക്ക് മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിലും വളരെയധികം യൂസ്ഫുൾ ആവുന്ന പല കാര്യങ്ങളും, ടിപ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മക്കളെ, വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ മാക്സിമം എത്തിക്കണം. അവരും കാണണം, അവരും പഠിക്കണം, അവരും അറിയണം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം, അല്ലേ? അപ്പോൾ നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ. നമ്മളുടെ കൂടെ നമ്മൾ വളരുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സും പഠിക്കട്ടെ നല്ല രീതിയിൽ തന്നെ. സോ അഡോളസൻസ്, എ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് അഡോളസൻസ് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ കൗമാരം അല്ലെങ്കിൽ പ്രായപൂർത്തിയാവുന്ന സാഹചര്യത്തിൽ നമ്മുടെ ആ ഒരു അഡോളസെന്റ് പീരീഡ് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ജോയ്ഫുൾ ആക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കിയേ, മേക്കിംഗ് അഡോളസൻസ് എ ജോയ്ഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ന്യൂട്രീഷനാണ്. നല്ല പോഷണം നമുക്ക് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ശാരീരിക മാറ്റങ്ങൾക്ക് പുറമെ, ഫിസിക്കൽ ചേഞ്ചസിന് പുറമെ ഇമോഷണൽ ചേഞ്ചസ്, നമ്മുടെ ഇമോഷൻസിലും ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്ന സമയമാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ന്യൂട്രീഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇവിടെ കൃത്യമായ ഒരു സംഭാഷണം, ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നിങ്ങളെ പോലുള്ള ഒരു പെൺകുട്ടി, അതെ, നിങ്ങളെ പോലെ തന്നെ ഒരു ആൺകുട്ടിയുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? പെൺകുട്ടി പറയുന്ന കാര്യം എന്താ? ഫോർ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ടു പെർഫോം വെൽ ഓൺ പ്ലേ ഗ്രൗണ്ട്. അതായത് നമുക്ക് നല്ല വളർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ പ്ലേ ഗ്രൗണ്ടിൽ ക്രിക്കറ്റോ ഫുട്ബോളോ മികച്ച രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ, പ്രോപ്പർ ഗ്രോത്തിനും പ്രോപ്പർ പെർഫോമൻസ് ഓൺ ദി പ്ലേ ഗ്രൗണ്ട് എന്ത് വേണം? പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും വേണമെന്നാണ് അവിടെ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്, അല്ലെ? പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡിലൂടെ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് ആണ്. നിങ്ങൾക്ക് അറിയാലോ, ന്യൂട്രിയൻസ് ആണ്. പ്രോട്ടീൻ ആയിക്കോട്ടെ, കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ബോയ് എന്താണ് പറയുന്നത്? അതുമാത്രം പോരാ, നോട്ട് ഓൺലി ദാറ്റ്, അത് മാത്രം പോരാ, പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും മാത്രം പോരാ, വി ഓൾസോ നീഡ് എന്താ? അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഫാറ്റ്. നമുക്ക് ആവശ്യത്തിന് ഫാറ്റ് ആവശ്യമാണ്, വിറ്റാമിൻസ് ആവശ്യമാണ്, മിനറൽസും ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു പറഞ്ഞ പോയിന്റ് വളരെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. നമ്മുടെ പ്രോപ്പർ ഗ്രോത്തിനും പ്രോപ്പർ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ പ്രോപ്പർ പെർഫോമൻസിനും നമുക്ക് ന്യൂട്രീഷൻ വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഓൾസോ നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ടത് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ടേ ബാലൻസ്ഡ് ഡയറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ്. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ? ആ ഡയറ്റിൽ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും കൃത്യമായ അളവിൽ ലഭിച്ചിരിക്കണം. ഒരു വ്യക്തിക്ക് ആവശ്യമായ അളവിൽ കൃത്യമായി എല്ലാ ന്യൂട്രിയൻസും ലഭിക്കുന്ന തരം ഭക്ഷണ വിഭവങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തെ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും. പ്രോട്ടീൻസ് ലഭിക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻസ് ലഭിക്കണം, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം, ഫാറ്റ് ഉണ്ടാവണം, വിറ്റാമിൻസ് ഉണ്ടാവണം, മിനറൽസ് ഉണ്ടാവണം. ഓക്കെ, റഫേജ്, വെള്ളം, ഇതിന് പുറമെ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം അടങ്ങുന്ന ഭക്ഷണം അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആ ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മക്കളെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാത്തരം ന്യൂട്രിയൻസും കൃത്യമായ റൈറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അഡിക്വേറ്റ് എമൗണ്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കൾ
അഡോളസെന്റ് പീരീഡിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ പോകുന്ന മക്കൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു പീരീഡിൽ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഒരു ടേബിൾ നമുക്കായി കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കാം. എന്താ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്? എല്ലാവർക്കും കാണാമല്ലോ. ഈ ടേബിൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. യെസ്, ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് കോളത്തിൽ ഫുഡ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്, ഭക്ഷണ വിഭവങ്ങൾ, സോഴ്സസ്. ഇനി അതിൽ നിന്ന് ലഭിക്കുന്ന ന്യൂട്രിയൻസ് ഈ രണ്ടാമത്തെ കോളത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായി ഈ ന്യൂട്രിയൻസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലാദ്യം മിൽക്ക്, മിലറ്റ്സ്, തിനവിലകളാണ്. മിലറ്റ്സ് എന്ന് പറഞ്ഞാൽ കേർഡ്, ദെൻ ചീസ്, പനീർ. അപ്പോൾ ഇത്തരം വിഭവങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് പ്രോട്ടീൻസ് ലഭിക്കുന്നുണ്ട്, കാൽസ്യം ലഭിക്കുന്നുണ്ട്, ഫാറ്റും ലഭിക്കുന്നുണ്ട്. പ്രധാനമായും ലഭിക്കുന്ന ന്യൂട്രിയൻസിൻ്റെ കാര്യങ്ങളാണ് അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് ഈ ന്യൂട്രിയൻസ് നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ഉപയോഗം? അതാണ് തേർഡ് കോളം, ഫങ്ഷൻസ്. ഹെൽപ്പ് ഒപ്റ്റിമൽ ബോൺ ഗ്രോത്ത്, എസ്പെഷ്യലി കാൽസ്യം ഒക്കെ അടങ്ങുന്നുള്ളത് കൊണ്ട് തന്നെ കാൽസ്യം ബോൺ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബോണിൻ്റെ സ്ട്രെങ്ത്തിനും കാൽസ്യം, ഫോസ്ഫറസ് ഇതൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻറ്റെയിനിങ് ഹെൽത്തി ടീത്ത്, പല്ലിനും എല്ലിനും കാൽസ്യം നമുക്ക് ആവശ്യമാണ്. ഇനി രണ്ടാമത്തെ വിഭവം ഫുഡിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ മീറ്റ്, നമ്മുടെ മാംസം, ഫിഷസ്, എഗ്ഗ്, പൾസസ്, ഗ്രാം, നട്ട്സ്. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് പ്രോട്ടീൻ ഫുഡാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് ബോഡി ബിൽഡിംഗ് ഫുഡാണ്. ബോഡി ബിൽഡിംഗ് ഫുഡ്. അപ്പം നമ്മുടെ ബോഡിയുടെ സെല്ലിൻ്റെ ഗ്രോത്തിന്, സെല്ലിൻ്റെ ഡിവിഷന്, മസിൽ ഗ്രോത്തിന്, മസിൽ റിക്കവറിക്ക്, ഇതിനൊക്കെ നമുക്ക് പ്രോട്ടീൻസ് വളരെ അത്യാവശ്യം, വളരെ ആവശ്യമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. സപ്പോർട്ട് ബോഡി ഗ്രോത്ത്, ബിൽഡ് മസിൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ, പ്രൊവൈഡിങ് എനർജി ഓൾസോ. അപ്പോൾ ഇത് എനർജി പ്രൊവൈഡ് ചെയ്യും കൂടി ചെയ്യും കേട്ടോ. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോൾ അടുത്തിവിടെ എന്തൊക്കെ കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സ്പിനാച്ച് നമ്മുടെ ചീരയാണ്. ബീൻസ്, കിഡ്നി ബീന്, ഡ്രൈഡ് ഫ്രൂട്ട്സ്, റൈസിൻസ്, ഫിക്സ്, ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് അയേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷനാണ്. ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്തി ബ്ലഡ്. സി ഹീമോഗ്ലോബിൻ ഇസ് എൻ അയേൺ കണ്ടെയ്നിങ് പിഗ്മെൻറ്റ്. സോ അപ്പം നമുക്ക് അയേൺ ഉണ്ടെങ്കിൽ മാത്രമേ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഹീമോഗ്ലോബിൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ബ്ലഡിന് അതിൻ്റെ ഫങ്ഷൻസ്, അതിൽ RBC എന്ന് പറയുന്ന സംഗതിയിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്, അതിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെയാണ് RBCയുടെ ഫങ്ഷൻ. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കൃത്യമായി അത് ഹീമോഗ്ലോബിൻ ഉണ്ടാവണം. ബിക്കോസ് ഹീമോഗ്ലോബിൻ ഹാസ് ഗോട്ട് ഗ്രേറ്റർ അഫിനിറ്റി ടുവേർഡ്സ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജനെ ബൈൻഡ് ചെയ്യണമെങ്കിൽ ഹീമോഗ്ലോബിൻ പ്രോപ്പർ ആയിരിക്കണം. അപ്പോൾ പ്രോപ്പറായിട്ട് ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷന് ഹെൽപ്ഫുൾ ആണ് എന്ന് പറയുന്നത് ദിസ് അയൺ. സോ അത് കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കാം. നമുക്ക് അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ടു മേക്ക് യുവർ അഡോളസൻ ജോയ്ഫുള്ളായി എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മറ്റൊരു കാര്യം പേഴ്സണൽ ഹൈജീൻ ആണ്. എവറിബഡി ഷുഡ് നോട്ട് ഇറ്റ്. കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് കൊണ്ടുവരേണ്ട കാര്യം കൂടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് കൊണ്ടുവന്നിരിക്കണം പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഡ്യൂറിങ് അഡോളസെൻസ് പീരീഡിൽ പേഴ്സണൽ ഹൈജീൻ ഈസ് വൈറ്റൽ മീൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ടത്. ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷൻസ്, രോഗങ്ങൾ പരത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കാലഘട്ടത്തിൽ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം വളരെ കൃത്യമായി തന്നെ പാലിക്കേണ്ട സമയം കൂടിയാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. സോ വളരെയധികം എൻ്റെ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, സ്ട്രെസ് ചെയ്യേണ്ട ഒരു ഫാക്റ്റാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മുടെ ബോഡി നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ടു പ്രിവെൻറ്റ് ദി ഡിസീസ് ഓർ പ്രിവെൻറ്റ് ദി ഇൻഫെക്ഷൻ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. എസ്പെഷ്യലി ആംപിറ്റ്സ്, നമ്മുടെ കക്ഷം, ആംപിറ്റ്സ് ആൻഡ് പ്യൂബിക് റീജിയൻ, നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം വിത്ത് മൈൽഡ് സോപ്പ്. നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് അത് ഡ്രൈ ആയിട്ട്, മീൻസ് അത് അധികം നനവില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, രക്ഷപ്പെടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി ഗേൾസിന് ഒരു പ്രത്യേക നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗേൾസ് ഷുഡ് മെയിൻറ്റെയിൻ മെൻസ്ട്രുവൽ ഹൈജീൻ.
ഗേൾസ് ഈ അഡോളസൻ പീരീഡിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചേഞ്ചസിൽ ഒന്നാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പീരീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ 28 days കഴിയുമ്പോൾ അവരുടെ ബോഡിയിൽ നിന്ന് വജൈന ത്രൂ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ യൂട്രൈൻ വാളൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുണ്ട്. സോ ദാറ്റ്സ് കോൾഡ് മെൻസ്ട്രേഷൻ ഓർ പീരീഡ്സ്. അപ്പോൾ ആ സമയത്ത് നല്ലൊരു ഹൈജീൻ അത്യാവശ്യമായിട്ട് വേണ്ട സാഹചര്യമാണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. അവിടെ എന്താ ചെയ്യേണ്ടത്? Girls should maintain menstrual hygiene for comfort and health by using sanitary pads or reusable cloth pad. കൃത്യമായി നല്ല പാഡ് അവർ യൂസ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആൻഡ് ഓൾസോ ഈ പാഡിൻ്റെ ഡിസ്പോസലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഡിസ്പോസൽ ഓഫ് ദ പാഡ് ഓൾസോ. സോ മെൻസ്ട്രൽ ഹൈജീൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ട ഒരു കാലഘട്ടം, ഒരു ആരംഭകാലമാണത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ അഡോളസൻസ് പീരീഡിൽ. ഇനി അടുത്തതായി പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് ആണ്. ഗവൺമെൻറ് പ്രൊവൈഡ് സാനിറ്ററി പാഡ്സ് ഫ്രീ. ഗവൺമെൻറ് ഫ്രീ ആയി സാനിറ്ററി പാഡ് കൊടുക്കാറുണ്ട്. ഇനി അതല്ല ഫ്രീ ആയിട്ട് ലഭ്യമാകുന്നില്ലെങ്കിൽ ചെറിയ പൈസയ്ക്ക് അറ്റ് ലോ കോസ്റ്റിൽ നമുക്ക് സാനിറ്ററി പാഡ്സ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന്, ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദിസ് ഈസ് ഓൾ ടു ഇംപ്രൂവ് മെൻസ്ട്രൽ ഹൈജീൻ. അപ്പോൾ പാവപ്പെട്ടവർ അല്ലെങ്കിൽ പൈസ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കും ഈ മെൻസ്ട്രൽ ഹൈജീൻ ലഭ്യമാവണം, അല്ലെങ്കിൽ അവർക്കും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി, എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? സാനിറ്ററി പാഡ്സ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ലോ കോസ്റ്റിൽ ദേ ആർ പ്രൊവൈഡിങ് ടു അതേഴ്സ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സൊസൈറ്റി, നമ്മുടെ സമൂഹത്തെക്കുറിച്ച് പറയുന്നു. സൊസൈറ്റി ഷുഡ് എൻഷുർ ഫെസിലിറ്റീസ് ഇൻ സ്കൂൾ ആൻഡ് പബ്ലിക് പ്ലേസസ്, റെഡ്യൂസ് സ്റ്റിഗ്മ ആൻഡ് പ്രൊമോട്ട് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് പാഡ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിക്കും കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സൊസൈറ്റി ടു ഹാവ് ഗോട്ട് സം കമ്മിറ്റ്മെൻറ്റ് ഇൻ ദിസ് തിങ്. അപ്പോൾ സൊസൈറ്റിയിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പാഡ് അവൈലബിൾ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സ്കൂളുകളിലായാലും മറ്റ് ഓർഗനൈസേഷനിലായാലും ഈ പാഡ് അവൈലബിൾ ആയിരിക്കണം. പ്ലസ് ഇതിന് ഒരു കംഫോർട്ട് സ്റ്റേഷൻ പോലെ പാഡ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അത് സൊസൈറ്റിയിൽ നമ്മൾ തീർച്ചയായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ? പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല റെഡ്യൂസിങ് സ്റ്റിഗ്മ. അപ്പോൾ ഇത് ഈ പീരീഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റിൽ നമ്മുടെ സൊസൈറ്റിയിൽ പല ആളുകൾക്കും റോങ് ആയിട്ടുള്ള തോട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, പല രീതിയിലുള്ള സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. പണ്ടത്തെ കാലത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് പീരീഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലേഡീനെ അല്ലെങ്കിൽ ആ ഒരു വുമണിനെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റുക, അവരെ മറ്റു പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള മെൻറ്റാലിറ്റിയൊക്കെ മാറേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ചിന്താഗതി, ഇത്തരത്തിലുള്ള തോട്ട്സ് ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? മാറ്റേണ്ടതായിട്ടുണ്ട്. ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് പാഡ്. ഡിസ്പോസൽ ഓഫ് പാഡ് സാറ് നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനും കൃത്യമായ സൗകര്യം, അതിൽ കൃത്യമായ എന്താ പറയുക ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, റാപ്പ് ദം ഇൻ ന്യൂസ് പേപ്പർ. ഒരു പേപ്പറിൽ അത് പൊതിഞ്ഞതിന് ശേഷം പ്ലേസ് ദം ഇൻ ഡസ്റ്റ്ബിന്നിൽ അത് പ്ലേസ് ചെയ്യണം. അടുത്തത് നോക്കോളൂ, ബയോഡിഗ്രേഡബിൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മണ്ണിൽ ലയിച്ചു പോകുന്നത്. എക്കോ ഫ്രണ്ട്ലി, പരിസ്ഥിതിക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് പാഡ്സ് ആർ ഓൾസോ അവൈലബിൾ. അങ്ങനെയുള്ള പാഡുകളും ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഓക്കെ, മറ്റേത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. നമ്മൾ അഡോളസൻറ്റ് പീരീഡിൽ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. എൻഗേജിങ് ഇൻ എൻ എക്സർസൈസ് ഓർ ഡൂയിങ് സം സ്പോർട്സ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ മക്കളും, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്നുള്ളൊരു സെഷൻ. റെഗുലർ എക്സർസൈസ് ആൻഡ് സ്പോർട്സ്. റെഗുലർ മീൻസ് ഡെയിലി യു നീഡ് ടു ഡു ദിസ്. ഓക്കെ, ഡെയിലി. അപ്പോൾ റെഗുലർ എക്സർസൈസ് ആൻഡ് സ്പോർട്സ് ഡ്യൂറിങ് അഡോളസൻറ്റ് ഹെൽപ്പ് കീപ് ദ ബോഡി ആൻഡ് മൈൻഡ് ഹെൽത്തി. നമ്മുടെ ബോഡി മാത്രമല്ല, നമ്മുടെ മൈൻഡിനെ കൂടി അത് ഹെൽത്ത് ഓക്കെ ആക്കും. മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും. ഡെഫിനറ്റ്ലി ഒരു സ്പോർട്സിൽ എൻഗേജ് ചെയ്യുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ബെറ്റർ ആവും.
അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പീസ് ഉണ്ടാവും, നമ്മുടെ മൈൻഡിൽ നല്ലൊരു സമാധാനം ഉണ്ടാവും. മെൻ്റൽ ഹെൽത്ത് ഓൾസോ ഇൻക്രീസസ്. ഇംപ്രൂവിങ് സ്റ്റാമിന കൂടും, കിതപ്പ് ഉണ്ടാവില്ല, നല്ല സ്റ്റാമിന ഉണ്ടാവും. വൈറ്റൽ കപ്പാസിറ്റി ഒക്കെ നല്ല രീതിയിൽ തന്നെ കൂടും അല്ലേ, നമുക്ക് ശ്വാസമൊക്കെ പിടിച്ചു വെക്കാനൊക്കെ പറ്റും. ബൂസ്റ്റ് മൂഡ്, നമ്മുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും, അവിടെ ബിൽഡ് ചെയ്യാൻ സഹായിക്കും. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സച്ച് ആക്ടിവിറ്റീസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓവറോൾ വെൽബീയിങ് മീൻസ് ഫിസിക്കൽ ഹെൽത്ത്, ദാൻ മെൻ്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, എവറിത്തിങ്. എല്ലാം കൊണ്ടും നല്ലൊരു ഇൻഡിവിജ്വൽ ആയി വരാൻ സാധിക്കും ഇഫ് യു ആർ ഡൂയിങ് പ്രോപ്പർ റെഗുലർ exercise or some sports. Your body should move at least. So regular exercise is important here പറയുന്നുണ്ട്. Or you can engage in other sports activity, or you can do some more yoga and all. Everything is very very important for your body. You can practice any of this. നല്ല കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ബാലൻസ്ഡ് സോഷ്യൽ ലൈഫ്. സോ വി ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി, റൈറ്റ്? അപ്പോൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മാത്രമല്ല അവിടെ ഉള്ളത്, വേറെയും ഫാമിലീസ് ഉണ്ട് ചുറ്റിലും, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഒരുപാട് ഫാമിലീസ് ഒരു സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് പറയേണ്ടത്. എസ്പെഷ്യലി അഡോളസെന്റ് പീരീഡിലേക്ക് എത്തുമ്പോൾ ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ അഡ്വഞ്ചറസ് ആയിട്ട് ചിന്തിക്കാനും ഒക്കെ സാധ്യത വളരെ കൂടിയ ഒരു കാലമാണ് ഈ പറഞ്ഞിരിക്കുന്ന അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിലേക്ക് നമുക്ക് കടക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? വി ഷുഡ് ബി പൊളൈറ്റ്. നമ്മൾ സൗമ്യമായി സംസാരിക്കുക ആൾക്കാരോട്, എസ്പെഷ്യലി നമ്മൾ എൽഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ വി ഷുഡ് ബി വെരി പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ. എൽഡേഴ്സ് എന്ന് മാത്രമല്ല, നമ്മൾ മറ്റൊരാളെ, അതിപ്പോൾ നമ്മൾ യങ്ങർ ആണെങ്കിൽ പോലും അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ? അപ്പോൾ നമ്മളെ ചെറുത് അത് ചെറിയ ചക്കൻവാ അങ്ങനെ പറയാൻ പാടില്ല. ഇൻസ്റ്റഡ് യു ഷുഡ് ബി വെരി പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ ടു അതേഴ്സ്. മറ്റുള്ളവരോട് സൗമ്യമായി സംസാരിക്കാനും ബഹുമാനത്തോടു കൂടി പെരുമാറാനും നിങ്ങൾക്ക് പറ്റണം. എന്തിന്? ടു ക്രിയേറ്റ് സേഫ് എൻവിറോൺമെൻറ്റ്. പല പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന പല വഴക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ കാരണം എന്താ? കാരണം അവർ സംസാരിക്കുന്ന രീതി. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ആ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ അതിൽ ഒരാൾ റോങ് ആയി സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? മൊത്തത്തിൽ റോങ് ആവും. ഇൻസ്റ്റഡ് അവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി അതിൻ്റെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്താണ് തെറ്റ് അവർ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അതൊരു സേഫ് എൻവിറോൺമെൻ്റ് ആയി. സോ അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പൊളൈറ്റായി റെസ്പെക്ട്ഫുള്ളായി സംസാരിക്കുമ്പോൾ ആ എൻവിറോൺമെൻറ്റ് തന്നെ എന്താവും? സേഫ് എൻവിറോൺമെൻ്റ് ആവും, വിത്ത് മിനിമൽ ഹാം ആവും. ഓക്കെ? ഡ്യൂറിങ് അഡോളസൻ വിത്ത് ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് ഇമോഷൻ, പുതിയ എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ ഒരുപാട് നമുക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ ഇമോഷൻസ്, ഒരുപാട് വൈകാരിക നിമിഷങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡോളസൻ പീരീഡിൽ ഉണ്ടാവും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻറ്ററാക്ട് തോട്ട്ഫുള്ളി. അപ്പോൾ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ ചാടി ഒരു കാര്യം ചെയ്യരുത്. ഇമോഷൻസിന് അതിൻ്റെതായ ഒരു ഇതുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമോഷനിൽ നമ്മൾ ഒരു കാര്യവും എടുത്ത് ചെയ്യാൻ വേണ്ടി പാടില്ലതല്ല. അതാണ് പറയുന്നത്, തോട്ട്ഫുള്ളി, നല്ല ചിന്തയോടുകൂടി, പക്വതയോടുകൂടി, ബുദ്ധിയോടുകൂടി, റെസ്പോൺസിബിളി, അതായത് നമ്മളൊരു ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഒരു കാര്യം ചെയ്യണം. ഞാനിപ്പോൾ ഇഫ് ഐ എം ഡൂയിങ് സംതിങ് ഐ നീഡ് ടു തിങ്ക് ട്വൈസ് ബിഫോർ ഡൂയിങ് ദാറ്റ്. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കണം, ഞാൻ ഈ ചെയ്യുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ അവെയർ ആയിരിക്കണം. സോ അതുകൊണ്ട് മക്കളെ, അഡോളസൻ പീരീഡിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്, ഈ പറഞ്ഞ ഇമോഷൻസ് ഒരുപാട് വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. ഓക്കെ? അപ്പോൾ ആ ചെയ്യുന്നതിന് മുന്നേ തിങ്ക് ട്വൈസ്, 2 പ്രാവശ്യമെങ്കിലും മിനിമം ആലോചിക്കുക. ഞാൻ ഈ ചെയ്യുന്നത് നല്ലതാണോ, ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, നല്ല രീതിയിൽ ചിന്തിച്ച് റെസ്പോൺസിബിളി, ഉത്തരവാദിത്തോടു കൂടി മാത്രം ഒരു കാര്യത്തെ അഭിമുഖീകരിക്കുക. ബോത്ത് ഇൻ പേഴ്സൺ ആൻഡ് ഓൺലൈൻ. അതിപ്പോൾ ഓൺലൈനിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. ഓൺലൈനിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഈ കൗമാരക്കാർ അല്ലെങ്കിൽ ഈ അഡോളസൻ പീരീഡിലുള്ള ആളുകൾ വരുത്താറുണ്ട്. ഒന്നും ചിന്തിക്കാതെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം വിചാരിക്കാം. ആ പോസ്റ്റിൽ എന്തെങ്കിലും പൊളിറ്റിക്കലിയോ
എന്തെങ്കിലും രീതിയിലുള്ള വിമർശനം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഇട്ട ആളുകൾ അടക്കം, ആ പോസ്റ്റ് ഷെയർ ചെയ്ത ആളുകൾ അടക്കം അറസ്റ്റിലാവും. പോസ്റ്റ് ചെയ്യണം എന്നില്ല, നിങ്ങൾ ഷെയർ ചെയ്താൽ പോലും നിങ്ങൾ എന്താവും, തെറ്റായ ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ, ഫാൾസ് ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ഡിഫെയിം ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അതെന്ത് സംഭവിക്കും? അത് നിങ്ങൾക്ക് നേരെ കേസായിട്ട് വരും. അപ്പം നമ്മളത് ചിന്തിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓൺലൈനിലും വളരെയധികം ശ്രദ്ധിക്കണം. ആസ് അഡോളസെന്റ് മേ ഫീൽ അട്രാക്റ്റഡ് ടു പീർസ് ആൻഡ് ഇമിറ്റേറ്റ് ദിയർ ബിഹേവിയർ. നമ്മുടെ സമപ്രായക്കാർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ അവർ പറയുന്ന കാര്യങ്ങളോട് ചിലപ്പോൾ നമുക്ക് യോജിപ്പുണ്ടാവും, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം നമുക്ക് ഇങ്ങനെ ചെയ്യടാ, അപ്പോൾ നമ്മൾ അതിലൂടെ എന്ത് ചെയ്യും, അത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് വരും. അപ്പോൾ ഇതും വലിയൊരു പ്രശ്നമാണ് നമ്മളെ കൂടുതൽ. അപ്പോൾ നല്ല ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മാത്രമല്ല ഈ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക കേട്ടോ. നമ്മളെ കൂട്ടുകെട്ട് നല്ല രീതിയിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, മോശം രീതിയിൽ മാത്രമല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്ന കാര്യം നോക്കിയാൽ ട്രസ്റ്റ്, മ്യൂച്വൽ റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ, മൈൻഡ്ഫുൾ. ഈ കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഇനി മോഡേൺ ടെക്നോളജി. നമ്മളെല്ലാവരും അവെയർ ആയ കാര്യം തന്നെയാണ്. മോഡേൺ ടെക്നോളജി അലോ ഈസി ആക്സസ് ടു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫോർ ഇൻഫർമേഷൻ, ഇൻട്രാക്ഷൻ ആൻഡ് ഷെയറിംഗ്. എസ്പെഷ്യലി മോഡേൺ ടെക്നോളജിയുടെ ഭാഗമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏതൊക്കെ രീതിയിൽ വളർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കാൻ ആളല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ബിക്കോസ് യു ആർ ലിവിങ് ഇൻ ദിസ് ഇറ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ ഏരിയാസിനെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഏരിയാസും ഈ AI കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻസ് നമുക്ക് പല രീതിയിലും നമുക്ക് ലഭ്യമാവുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അല്ലേ? വി ഷുഡ് യൂസ് ദം റെസ്പോൺസിബിളി. നമ്മൾ ഓൺലൈൻ മീഡിയാസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഗൈഡൻസ് ഫ്രം എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ടു അവോയ്ഡ് കെയർലെസ് യൂസ്. അപ്പോൾ ഇതിൽ നല്ല കാര്യങ്ങളുണ്ട്. ആക്ച്വലി ഒരു കോയിൻ പോലെയാണ്. ഒരു കോയിനിൽ രണ്ട് സൈഡ് ഉള്ളതുപോലെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മോഡേൺ ടെക്നോളജിക്ക് രണ്ട് സൈഡ്സ് ഉണ്ട്, ഗുഡ് സൈഡ് ആൻഡ് ബാഡ് സൈഡ്. അപ്പോൾ ഗുഡ് സൈഡിലേക്ക് തന്നെ പോകണം, ബാഡ് സൈഡിലേക്ക് പോകുമ്പോഴാണ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുക. ബട്ട് ആസ് എൻ അഡോളസെന്റ് നമുക്ക് രണ്ട് സൈഡ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്ക് മൈൻഡിൽ വരാം. അപ്പോൾ നിങ്ങൾ യു ഷുഡ് സീക്ക് ആൻ അഡ്വൈസ് ഓഫ് എൽഡർ വേർഡ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു പക്വതയുള്ള ഒരാളെടുത്ത് നിങ്ങൾ പോകണം. തെറ്റിലേക്ക് പോകരുത്, കെയർലെസ് യൂസ് ഒന്നും നടത്തരുത്. എൻഷുവർ പോസിറ്റീവ് എൻഗേജ്മെന്റ്. ഓൾവേസ് യു ഷുഡ് എൻഗേജ് പോസിറ്റീവ് എൻഗേജ്മെന്റ്. അതുപോലെ തന്നെ സൈബർ ബുള്ളിങ് എന്നൊരു പ്രശ്നം ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ നോക്കിക്കോ, മേക്കിംഗ് ഫൺ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റ്, അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്, അവരെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ അവർ നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ട്രോൾസ്, ഇതൊക്കെ എന്താണ്, റോങ് ആണ്. ആൻഡ് പാസിങ് ഫാൾസ് ഇൻഫോർമേഷൻ ലൈക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് വെറുതെ പോസ്റ്റ് ചെയ്യുക. ആ ജില്ലാ കളക്ടർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല നാളെ അവധിയാണെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഫാൾസ് ഇൻഫോർമേഷൻ വളരെയധികം പ്രശ്നമാണ്. ദെൻ പേഴ്സണൽ കമൻസ്, ദാറ്റ്സ് ബാഡ് കമൻസ് ഒക്കെ വളരെ പ്രശ്നമായിട്ട് വരും. സോ അത് ശ്രദ്ധിക്കുക കേട്ടോ. സൈബർ ബുള്ളിങ്ങിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. സോ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, അവോയ്ഡിങ് ഹാംഫുൾ സബ്സ്റ്റൻസ്. ഹാംഫുൾ സബ്സ്റ്റൻസ് മീൻസ് they are harmful to our health. Not only our health, our family also they will affect. നമ്മളെ ബാധിക്കും, നമ്മുടെ ഫാമിലിയും ബാധിക്കും. ഓക്കെ, നമ്മളെ ഫാമിലിക്ക് നമ്മളാണ് മെയിൻ, അല്ലേ? അപ്പോൾ നമ്മളെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലി ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. സോ അവോയ്ഡ് ഹാംഫുൾ സബ്സ്റ്റൻസ് പറയുമ്പോൾ ഹാംഫുൾ ആണ്, അവോയ്ഡ്. സേ നോ, ലേൺ ടു സേ നോ. നോ എന്ന് പറയാൻ പഠിക്കണം. ഡ്യൂറിങ് അഡോളസെന്റ് പീർസ് മേ പ്രഷർ, നിങ്ങളുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ പ്രഷറൈസ് ചെയ്യും. എന്തിന്? ടു ട്രൈ ഹാംഫുൾ സബ്സ്റ്റൻസ്. എടാ ഇത് നല്ല സാധനമാടാ, ഇത് നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ, ഇത് അടിപൊളിയാടാ, ഇത് സൂപ്പർ ആടാ എന്ന് പറഞ്ഞിട്ട് ദേ മേ ഇൻസിസ്റ്റ് യു ടു ഡു ദിസ് ഓർ ടു ടേക്ക് ദിസ്. ബട്ട് അപ്പോൾ ടൊബാക്കോ, ആൽക്കഹോൾ, ഡ്രഗ്, എനിത്തിങ്, ദേ ആർ ഡേഞ്ചറസ് ടു ഹെൽത്ത് ആൻഡ് അഡിക്റ്റീവ്. ഇത് ഡേഞ്ചറസ് ആണ് ആൻഡ് ഓൾസോ ദേ ആർ അഡിക്റ്റീവ്. വൺസ് നിങ്ങളുടെ ബോഡി അതിനോട് യൂസ് ടു ആയാൽ നിങ്ങൾക്ക് ബോഡിക്ക് അതില്ലാതെ പറ്റില്ല, അത് വീണ്ടും വീണ്ടും വേണം തോന്നും. ദാറ്റ്സ് അഡിക്റ്റീവ് ഇൻ നേച്ചർ. ലീഡിങ് ടു ബി റിപ്പീറ്റഡ് ആൻഡ് റെഗുലർ യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് വി ഷുഡ് സേ നോ. അപ്പോൾ അതിനോട് നമ്മൾ നോ എന്ന് പറയാൻ പഠിക്കണം, നോ എന്ന് പറയാൻ പഠിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹാംഫുൾ സബ്സ്റ്റൻസ് ക്യാൻ കോസ് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ്, മെമ്മറി ലോസ്, ലങ് ഡാമേജ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ബ്രീത്തിങ് ലോസ് ഉണ്ടാവും, പിന്നെ ലങ് ഡാമേജ് ഉണ്ടാവും, അതുപോലെ തന്നെ മെമ്മറി ലോസ് ഉണ്ടാവും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. ടു സ്റ്റേ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ അവോയ്ഡ് ദം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. സ്റ്റേ ഫേം ഇൻ സെയിങ് നോ, നോ നോ എന്ന് പറയാൻ പഠിക്കണം. ആൻഡ് സീക്ക് ഹെൽപ്പ് ഫ്രം ഫാമിലി, ഫ്രണ്ട്സ്, ട്രസ്റ്റഡ് അഡൾട്ട്, കൗൺസിലിംഗ് ഓർ മെഡിക്കൽ പ്രൊഫഷണൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങളുടെ എൽഡേഴ്സിനോട്, അത് ട്രസ്റ്റഡ് ആയിട്ടുള്ള എൽഡേഴ്സിനോട്, നിങ്ങളുടെ ടീച്ചേഴ്സിനോട്, നിങ്ങളുടെ പാരൻസിനോട്, കൗൺസിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കൗൺസിലിംഗ് നടത്തുന്ന ആൾക്കാർ, അവരുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് പോവാം. യുവർ ഹെൽത്ത് ആൻഡ് ഫ്യൂച്ചർ ഡിപ്പെൻഡ് ഓൺ യുവർ ചോയ്സ് ഈസ് അൾട്ടിമേറ്റ്ലി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ചോയ്സ് ആണ് ഏറ്റവും എന്താ പറയുക നമ്മളെ ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ചോയ്സ് ചെയ്യാം, ഗുഡ് ചോയ്സ് ആൻഡ് ബാഡ് ചോയ്സ്. എപ്പോഴും ഗുഡ് ചോയ്സിലേക്ക് പോവാം, ബാഡ് ചോയ്സിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പോകേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. പിന്നെ ഹോർമോൺസ് ആണ്. ഹോർമോൺസ് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കെമിക്കൽ സബ്സ്റ്റൻസ്, വളരെ ട്രേസ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മുടെ ബോഡി ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഹോർമോൺസ്. അഡോളസൻസിൽ പല ചേഞ്ചസും, പ്യൂബർട്ടിയിൽ പല ചേഞ്ചസും, സ്ത്രീകളിലാണ് മെൻസ്ട്രേഷൻ, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന, ഈ സൈക്കിളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഹോർമോൺസ് ആണ്. ദ റെഗുലേറ്റ് ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ബോഡി ഫങ്ഷൻ ആൻഡ് കൺ ഓൾസോ എഫക്ട് മൂഡ് ആൻഡ് ബിഹേവിയർ. മൂഡിൽ മാറ്റങ്ങൾ ഉണ്ടാവും, ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാവും, ബോഡിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ഈ ഹോർമോൺസ് കൃത്യസമയത്ത് ബീങ് റിലീസ്ഡ് അറ്റ് ദ റൈറ്റ് ടൈം ഇൻ റെസ്പോണ്ട് ടു ബ്രെയിൻ സിഗ്നൽ, കൃത്യമായ സിഗ്നൽ അനുസരിച്ചിട്ട് കൃത്യമായി നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാവും. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള മാറ്റങ്ങളാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ ആരും മടിക്കരുത്. വാല്യൂബിൾ ആയിട്ടുള്ള കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം തന്നെ പറയാനുള്ളത്. അപ്പോൾ മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാനുണ്ട്, കാണാനുണ്ട്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്ക്. കാരണം ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരവസരത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.